വെക്കാതെ വയറു മാത്രം വീർത്തിരിക്കുന്നത് കണ്ടാൽ അറിയാം ഫേക്ക് പ്രഗ്നൻസി ആണെന്ന്. വയറ്റിലെന്താ തലയണയാണോ? ശരിക്കും പ്രഗ്നന്റ് ആണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഹൈ ഹീൽസ് ഒക്കെ ധരിക്കുമോ? ഗർഭിണിയുടെ വയർ ഇരിക്കുമ്പോൾ ചുളിവ് വീണ പോലെ കാണുന്നത് എങ്ങനെയാണ്? ഗർഭിണിയാണെങ്കിൽ റിവീലിംഗ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? PR വർക്ക് കൊണ്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, ഞങ്ങൾക്കറിയാം ഫേക്ക് പ്രഗ്നൻസി ആണെന്ന്. ഇന്നലെ വരെ നടി ദീപിക പദുക്കോണിന്റെ പ്രഗ്നൻസിയെ കുറിച്ച് ഒരു വിഭാഗം ആളുകളുടെ സോഷ്യൽ മീഡിയ കമന്റുകൾ ഇങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദീപിക പദുക്കോൺ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതോടെ ഈ കമന്റുകൾ മുഴുവൻ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞതിഥിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ദീപികയും രൺവീർ സിംഗും. വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പുത്തൻ ചിത്രങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് ഇരുവരും. നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ വൈറലാവുകയും ചെയ്തു. സെലിബ്രിറ്റികളും ആരാധകരുമെല്ലാം ചിത്രത്തിന് താഴെ സ്നേഹം അറിയിച്ചെത്തിയിട്ടുണ്ട്. ഫേക്ക് ബംബ് എന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് പുതിയ ചിത്രങ്ങളെന്ന് ആരാധകർ അഭിപ്രായപ്പെടുകയാണ്. കത്രീന കൈഫ്, മലൈക്ക അറോറ, അർജുൻ കപൂർ, നേഹ അയ്യർ, പേളിമാണി, അപർണ തോമസ്, രാഹുൽ പ്രീത്, സാധിക, അശ്വതി ശ്രീകാന്ത്, ശ്രുതി സിത്താര, അസ്ല മാർലി തുടങ്ങി നിരവധി പേരാണ് സ്നേഹമറിയിച്ച് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇത്രയും മനോഹരമായ മോം ടു ബി ചിത്രങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നായിരുന്നു അപർണ തോമസിന്റെ കമന്റ്. ഇത് ശരിവെക്കുകയായിരുന്നു മറ്റുള്ളവരും. അമ്മയ്ക്കും കുഞ്ഞിനും ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഈ പോസ്റ്റ് റീഷെയർ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബറിൽ കുഞ്ഞതിഥി എത്തുമെന്ന് മുൻപ് രൺവീറും ദീപികയും പറഞ്ഞിരുന്നു. അതിനു മുൻപായിട്ടാണ് നിറവയറുമായി മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ട് ദീപികയും രൺവീറും എത്തിയിരിക്കുന്നത്. ദീപികയുടെ നിറവയറിൽ ചുംബിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്ന രൺവീറിനെ ചിത്രത്തിൽ കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. വ്യത്യസ്തമായ അറ്റയറിലുമാണ് ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത്. 2018 നവംബർ 14-നായിരുന്നു ദീപികയും രൺവീറും വിവാഹിതരായത്. വിവാഹ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു. വിവാഹ ജീവിതം 5-ാം വർഷത്തിലേക്ക് കടന്നതിന് ശേഷമാണ് പുതിയൊരാൾ കൂടി ജീവിതത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ച് ഇരുവരും അറിയിച്ചത്. കുഞ്ഞുടുപ്പുകളും ഷൂസും ഒക്കെയായിരുന്നു ചിത്രങ്ങളായി ആദ്യം ഇരുവരും പങ്കുവച്ചത്. സറോഗസിയിലൂടെയാണോ ദീപിക അമ്മയാവുന്നത് എന്നതായിരുന്നു തുടക്കത്തിലെ വിമർശനങ്ങൾ. ബേബി ബംബ് ഫേക്ക് ആണെന്നതായിരുന്നു ചിലരുടെ കണ്ടെത്തൽ. കൽക്കി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ദീപികയ്ക്ക് ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. വ്യാജ ഗർഭമാണെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സജീവമായപ്പോഴും ദീപികയോ രൺവീറോ ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. അന്ന് പ്രതികരിക്കാതിരുന്നതിന് പിന്നിലെ കാരണം ഇപ്പോഴാണ് വ്യക്തമായതെന്നും ആരാധകർ പറയുന്നുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ചില കമന്റുകളും ഈ പോസ്റ്റിനടിയിൽ കാണാം. ഈ ചിത്രങ്ങളൊക്കെ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്നാണ് ചിലരുടെ വാദം. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ചിത്രങ്ങളുടെ നിറമാണ്. യഥാർത്ഥ ചിത്രങ്ങളായിരുന്നെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷെയർ ചെയ്യില്ലായിരുന്നു എന്നും കളർ ഫോട്ടോസ് എവിടെയെന്നുമാണ് ഇവരുടെ ചോദ്യം. ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകാതിരിക്കാനാണ് ഡാർക്ക് ഷെയ്ഡുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നതെന്നും വയറൊഴിച്ച് ബാക്കി ശരീരഭാഗം മുഴുവനും എങ്ങനെയാണ് പഴയതുപോലെ തന്നെ ഇരിക്കുന്നത് എന്നുമാണ് ഇത്തരം കമന്റുകളിൽ ചോദിക്കുന്നത്. എന്നാൽ അത്തരം കമന്റുകൾക്ക് താഴെ രൂക്ഷ വിമർശനങ്ങളും കാണാനാകും. ഇത്രയും നാൾ ചിത്രങ്ങൾ പങ്കുവെക്കാത്തതായിരുന്നില്ലേ പ്രശ്നം, ഇപ്പോൾ പങ്കുവെച്ചതായോ കുഴപ്പമെന്നാണ് ആരാധകർ ഈ കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നവരോട് ചോദിക്കുന്നത്. ഇതിലും മികച്ച രീതിയിൽ എങ്ങനെയാണ് വിമർശനങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളുമുണ്ട്. എന്തായാലും ഗർഭകാലം സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ് ദീപിക. ഗർഭിണിയായപ്പോൾ മധുര പലഹാരങ്ങളോട് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ടായിരുന്നുവെന്നും സ്ഥിരമായി ശരീരത്തെ കേട്ട് ബാലൻസ് ആയി ജീവിക്കുക എന്ന പോളിസിയാണ് പിന്തുടരുന്നതെന്നും ഇപ്പോൾ പ്രത്യേകമായൊരു ഡയറ്റ് പിന്തുടരുന്നില്ല എന്നുമായിരുന്നു ദീപിക അടുത്തിടെ വ്യക്തമാക്കിയത്. ആരോഗ്യകരമായ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെന്നും ദീപിക കുറിച്ചിരുന്നു.